കേരളത്തിൽ CPIM-ഉം RSS-ഉം തമ്മിലുള്ള ചരിത്രപരമായ ശത്രുത അറിയാത്തവരായി ആരും കാണില്ല. രാഷ്ട്രീയമായും സായുധമായും കണ്ണൂരിൽ നടന്ന അക്രമ ചരിത്രമൊക്കെ അറിയാത്തവർ ആരും തന്നെ കാണില്ല. അങ്ങനെയുള്ള CPIM നേതാക്കളെയൊക്കെ സംഘികളായി മുദ്രകുത്തുമ്പോൾ നിഷ്പക്ഷമായി ജമാഅത്തെ ഇസ്ലാമിയെയൊക്കെ വിമർശിക്കുന്നവരെ ഏത് നിലയ്ക്കാണ് അവർ നേരിടുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. CPIM സമം RSS എന്ന പ്രചാരണത്തിൽ സോഷ്യൽ മീഡിയ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ജമാഅത്തെ ഇസ്ലാമി കേരളയ്ക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. അവിടെയുള്ള പ്രചാരണങ്ങൾക്ക് കോൺഗ്രസ്, ലീഗ് പ്രവർത്തകരുടെ അകമഴിഞ്ഞ പിന്തുണയുമുണ്ട് എന്നതാണ് വസ്തുത. അവരും SDPIക്കാരുമെല്ലാം ഇപ്പോൾ ഒരേ മുന്നണിയിലാണ് താനും. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇസ്ലാമിനെയോ ഇസ്ലാമിക തീവ്രവാദത്തെയോ വിമർശിക്കരുത് എന്നും അത് RSSന് വളരാൻ വളമാകുമെന്നുമാണ് ഇവർ ആദ്യം സൃഷ്ടിച്ചു വെച്ച ഒരു പൊതുബോധം. വർഗീയത എപ്പോഴും അപകടകരം തന്നെയാണ്. അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും അപകടം തന്നെ. ഉത്തരേന്ത്യൻ മോഡലിൽ ഒരു കലാപം നടത്താനുള്ള ശേഷിയൊന്നും ഈ കേരളത്തിൽ ഒരു ഭൂരിപക്ഷ വർഗീയതയ്ക്കും ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഹിന്ദുത്വ ഭീകരത പടിവാതിലെത്തിയെന്ന അമിത ഭീതി സൃഷ്ടിച്ച് കടുത്ത ഇസ്ലാമികവൽക്കരണത്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയും കൂട്ടരും നടക്കുന്നത്. ഇസ്ലാമിക വിശ്വാസികൾ ഒന്നിച്ചു നിൽക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുമ്പോൾ അല്ല, മറിച്ച് ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കുമ്പോഴാണ് എല്ലാ വർഗീയതയും ഒന്നിച്ചു വഴിമാറുക എന്ന സാമാന്യ യുക്തി പോലും പ്രയോഗിക്കാതെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഈ നരേറ്റീവിന് ഓശാന പാടുകയാണ്. കേരളത്തിൽ നിന്ന് നിരവധി യുവാക്കൾ ISSലേക്ക് പോവുകയും അതുപോലെ ജോസഫ് മാഷിന്റെ കൈ പോവുകയും ഒക്കെ ചെയ്തതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ന്യൂനപക്ഷ വർഗീയത എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. NDF രൂപപ്പെടുന്നതിന് മുൻപും പിൻപും കേരളത്തിലെ മുസ്ലിം യുവാക്കൾ പ്രതികളായ തീവ്രവാദ കേസുകളുടെ എണ്ണം എടുത്തു നോക്കുക. മുസ്ലിം സമൂഹത്തിന് തന്നെയാണ് ഇത്തരം സംഘടനകൾ ഏറ്റവും ഭീഷണി എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം.